ഞാനിതിനു മുൻപ് ഒരു 4 സിനിമയിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ സീൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത് 5ാമത്തെ സിനിമയാണ് മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നത്. എങ്കിലും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയോടൊപ്പം ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന കുറേ ദിവസങ്ങൾ മമ്മൂക്കയായിട്ട് ചിലവഴിക്കാൻ പറ്റുന്നൊരു കഥാപാത്രം ചെയ്യണമെന്ന് ദൈവം അനുഗ്രഹിച്ച് ഈ സിനിമയിലൂടെ ജോണി ചേട്ടനും സിന്ധുവേട്ടനും നീലഞ്ചേരി നിൽക്കുകയും അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. മമ്മൂക്കയോടൊപ്പം ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഈ കൊച്ചാപ്പി. ഓരോ സീനിലും നമുക്ക് വരുന്ന സെഷൻസൊക്കെ മമ്മൂക്കയോട് നമ്മൾ തുറന്ന് പറയും. നല്ലതാണ് നമുക്ക് പറയാം, അതുകൊള്ള ഇതിനൊക്കെ വെച്ചാൽ ഗുണമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. മോശമാണെന്നുണ്ടെങ്കിൽ അത് പറയും, അത് വേണ്ട എന്ന് പറയും. അപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നുമെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ മോണിറ്ററിലിട്ട് സീൻ കാണുമ്പോൾ നമുക്ക് തോന്നും അത് പറഞ്ഞു തന്നത്. കാര്യം നമുക്ക് അതിന് മുൻപുള്ള സീനും അത് കഴിഞ്ഞുള്ള സീനും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അത് വേണ്ട അല്ലെങ്കിൽ അത് പറയാമെന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അഭിനയിക്കുന്ന ആ ഒരു സീൻ ആ സിറ്റുവേഷൻ മാത്രം നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ നമ്മൾ മിമിക്രിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു അത് വേണ്ട ശരിയാവില്ലെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സീൻ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ശരിയായിട്ട് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ബോറായിപ്പോനെ തോന്നുന്നു. അതുപോലെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ക്യാരക്ടർ തന്നാൽ ചില സീൻസിലൊന്നും നമുക്ക് ഡയലോഗ് ഉണ്ടാവില്ല. കാര്യം ആ സിറ്റുവേഷനിൽ നമ്മൾ ഈ കൊച്ചാപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ സംസാരിക്കേണ്ട വരില്ല എന്നുള്ളത് സംസാരിക്കേണ്ട കാര്യമില്ലായിരിക്കാം. എങ്കിലും ചില സമയത്ത് മമ്മൂക്ക ചില ഡയലോഗുകളുണ്ട്, ചില മമ്മൂക്കയുടെ ഡയലോഗ് ഇതൊരു കാര്യം ഞാൻ പറയുന്നതല്ല പറയുന്നത് നമുക്ക് പറയും എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിട്ടുതരും. അല്ലെങ്കിൽ ചില ഡയലോഗ്സുകൾ ആ സീനിൽ നമ്മൾ ചിലപ്പോൾ കുത്തിയിരുന്ന് വായിച്ച് നോക്കും, അപ്പോൾ നമുക്കൊന്നും മനസ്സിൽ തോന്നില്ല. പക്ഷേ നമുക്ക് ചെറിയ ചില എക്സ്പ്രഷൻസ് ആണെങ്കിൽ ചെറിയ ഡയലോഗ്സൊക്കെയാണ് പറയാം, അത് പറഞ്ഞു നമുക്ക് പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാവും. അതൊക്കെ വലിയ എക്സ്പീരിയൻസ്, അതുപോലെ വലിയ എക്സ്പീരിയൻസ് ഉള്ള വലിയൊരു മനുഷ്യൻ്റെ കൂടെ വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യമാണ്. എല്ലാ സപ്പോർട്ടിനും ഞാൻ നമുക്ക് ഒരുപാട് നന്ദി.